ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ച ഇന്നലെ രാത്രി നടന്നിരുന്നു അല്ലേ? അതെ, കഴിഞ്ഞ ദിവസം ഉണ്ടായ സമവായത്തിന്റെ അടിസ്ഥാനത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത് നടത്തിവന്ന പ്രാർത്ഥനാ പ്രതിഷേധം അവസാനിച്ചു. പുതിയ നീക്കങ്ങൾ പ്രതീക്ഷ നൽകുന്നതാണ് എന്നാണ് വൈദികർ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. ആദ്യം വാക്കുകളിലേക്ക്. ജില്ലാ കളക്ടർ ശ്രീ ഉമേഷ് സാറിൻ്റെ ഇടപെടൽ വഴി അഭിവന്ദ്യ പാമ്പ്ലാനി ജോസഫ് പിതാവുമായി ഞങ്ങൾ 21 പേരുമായി ഒരു ചർച്ച നടത്തി. രാത്രി വളരെ വൈകിയ വേളയിലാണ് തിരിച്ചു പോവുകയായിരുന്ന പിതാവ് വീണ്ടും ഈ മീറ്റിങ്ങിന് വേണ്ടി തിരിച്ചു വന്നു. 10:30 ഞങ്ങൾ മീറ്റിങ്ങിന് ഇരുന്നു. ഏതാണ്ട് 2.5-3 മണിക്കൂറോളം ഞങ്ങൾ ഏറ്റവും അടിയന്തരമായ ഏതാണ്ട് 2-3 കാര്യങ്ങളാണ് ഞങ്ങൾ പിതാവിനോട് അവതരിപ്പിച്ചത്. അടുത്ത ഒരു ഘട്ടത്തിൽ ചർച്ച 20-ാം തീയതി അല്ലേ, 20-ാം തീയതി പിതാവിൻ്റെ ഒരു ചികിത്സ കഴിഞ്ഞ് വരുമ്പോൾ ഉണ്ടാകും. രാഗൻ വിവരങ്ങളുമായി ചേർന്നു. രാഗൻ, ഏതായാലും ഒത്തുതീർപ്പായി, പ്രശ്നങ്ങളില്ല, വൈദികർ പ്രതിഷേധം അവസാനിപ്പിച്ചിരിക്കുന്നു അല്ലേ? വിശദാംശങ്ങൾ എന്താണ് രാഗൻ? ഒത്തുതീർപ്പിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ നമുക്ക് ഈ പ്രദേശത്തെ നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയും. കാരണം അത്രത്തോളം സംഘർഷഭരിതമായിട്ടുള്ള നിമിഷങ്ങളായിരുന്നു. പകൽ മുഴുവൻ നീണ്ടു നിൽക്കുന്ന തുടർ സംഘർഷങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. വൈദികർക്കെതിരെ കേസെടുത്തു, ഇതെല്ലാം ഉണ്ടായി. എന്നാൽ കഴിഞ്ഞ രാത്രി ഇതുമായി ബന്ധപ്പെട്ടൊരു മഞ്ഞുരുകൽ നടന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഒരു വിഭാഗം വൈദികർ നടത്തി വന്ന പ്രതിഷേധ പ്രാർത്ഥനാ യജ്ഞം ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നത്. 21ഓളം വൈദികരാണ് ഇത്തരത്തിൽ ഇവിടെ പ്രതിഷേധ പ്രാർത്ഥനാ യജ്ഞം നടത്തിയിരുന്നത്. അവർ പുറത്തേക്ക് ഇറങ്ങി വന്ന് അവർ അവരുടെ സ്ഥലങ്ങളിലേക്ക് മടങ്ങിയിട്ടുണ്ട്. നേരത്തെ വലിയ പ്രതിഷേധം ഇവിടെ ഉണ്ടായിരുന്നു. കാരണം ഈ ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ തർക്കങ്ങൾ മുഴുവനും. പക്ഷേ അതിനുശേഷം പിന്നീട് ഒട്ടനവധി വിഷയങ്ങളിലേക്ക് കാര്യങ്ങളൊക്കെ മാറിപ്പോയിരുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏകദേശം ഒരു 95% വൈദികരും ജനാഭിമുഖ കുർബാന വേണം എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചിരുന്നത്. പക്ഷേ സഭാ നേതൃത്വം ഏകീകൃത കുർബാന എന്ന നിലപാട് മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. എന്തായാലും കഴിഞ്ഞ രാത്രി പുതിയതായി നിയമിതനായിട്ടുള്ള മെത്രോപൊലിത്തൻ വികാരി ബിഷപ്പ് ജോസഫ് പാമ്പ്ലാനിയുമായി ചർച്ച നടത്തി. ഇവരൊക്കെ തന്നെ ഇത്തരത്തിൽ ചർച്ചകൾ നടത്തി 1 മാസത്തിനകം വിഷയം പരിഹരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല വൈദികരോട് അനുകൂല സമീപനം സ്വീകരിച്ചു എന്നാണ് ഇപ്പോൾ ഈ വൈദികരും ഇപ്പോൾ വ്യക്തമാക്കുന്നത്. നമ്മുടെ വൈദികർ എന്ന് ഈ ബിഷപ്പ് പറഞ്ഞു. അത് ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല. ചൈതന്യം വീണ്ടെടുക്കുമെന്ന പ്രതീക്ഷയാണ് അവർ പങ്കുവയ്ക്കുന്നത്. എന്തായാലും ഈ ഇത്തരത്തിലുള്ള സംഘർഷഭരിതമായിട്ടുള്ള ഈ അവസ്ഥകൾക്ക് ഇപ്പോൾ തൽക്കാലം വിരാമമായിരിക്കുന്നു. പക്ഷേ ഏകീകൃത കുർബാന എന്ന നിലപാട് സഭ ഉറച്ചു നിൽക്കുന്നു. അപ്പോഴും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ബഹുഭൂരിപക്ഷം വൈദികരും ജനാഭിമുഖ കുർബാന എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. അതിൽ എത്രത്തോളം പരിഹാരം അതെങ്ങനെ ചർച്ചയിലൂടെ രാഗൻ പറഞ്ഞാൽ നമ്മുടെ വൈദികർ എന്ന് പറയാൻ ഒരു സാഹചര്യം ഒരുങ്ങി. ഇനി ഈ ഇത്തരം സംഘർഷാവസ്ഥകളെ കുറിച്ചുള്ള വാർത്തകൾ വരാതിരിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം അല്ലേ?